അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അത്ഭുത ഫലം കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ അത്ഭുത ഫലം കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം. പതിവാക്കുന്ന ആർക്കും ഒരു മടിയും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരുകയും മാത്രമല്ല, അവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുകയും ചെയ്യും. അത്രയും പ്രതിഫലമുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, നമുക്കറിയാം, നമ്മളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കണമെങ്കിൽ വുളൂ വേണം. വുളൂ ഇല്ലാത്ത നിസ്കാരം ശരിയല്ല, ആ നിസ്കാരം സ്വീകാര്യമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും വുളൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ ഫർളുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വുളൂ ചെയ്യണം. വുളൂ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ആളുകളും, ഒരു 90% ആളുകളും ഇത് ചെയ്യാത്തവരാണ്. പക്ഷേ കുറച്ച് ആളുകളൊക്കെ ഇത് ചെയ്യുന്നവരാണ്. വുളൂ ചെയ്ത ഉടനെ നമ്മൾ മദ്രസകളിലും കിതാബുകളിലും ഉറുദു വഅല് പ്രസംഗം പോലത്തതൊക്കെ നമ്മൾ കേട്ടവരാണ്, കണ്ടവരാണ്, അറിഞ്ഞവരാണ്, നമുക്ക് അറിയുന്നവരുമാണ്. വുളൂ ചെയ്ത ഉടനെ 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് നമ്മളൊരു ദുആ ചൊല്ലുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞിട്ടൊരു ദുആ. അതിൽ അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീന അങ്ങനെ പറയുന്നൊരു ദുആ ഉണ്ട്. ആ ദുആ 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ദുആ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 5 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്നുള്ള സൂറത്ത് ഓതാം. ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാം. ഒരു 5 തവണ യാ ശക്കൂറു യാ അല്ലാ, യാ ശക്കൂറു യാ അല്ലാ എന്ന് പറയാം. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റോ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോടൊന്ന് ചോദിക്കാം. അക്കൂട്ടത്തിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറന്നു തരാൻ, നമുക്ക് 8 കവാടങ്ങളൊന്നും വേണ്ട, ഒറ്റ കവാടം മതി നമുക്ക് കടക്കാൻ. അൽഹംദുലില്ലാ, അത് കിട്ടിയാൽ അൽഹംദുലില്ലാ. ആ സ്വർഗത്തിൻ്റെ കവാടത്തിൽ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖിനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. ഇത് പതിവാക്കണം. നമ്മൾ എവിടെ നിന്നാണോ ഒളു എടുക്കുന്നത് ആ ഒളു എടുക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ, ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വീട്ടിൻ്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ പള്ളിയിൽ ഹൗലിൻ്റെ അടുത്തായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും. ഏതായാലും ബാത്റൂമിൽ നിന്നൊന്നും ഒളു എടുക്കുമ്പോൾ അത് ചൊല്ലരുത്, പുറത്ത് നിന്ന് വന്നിട്ട് വേണം ചൊല്ലാനും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് 1, 2, 3 ദിവസമല്ല, തുടർച്ചയായിട്ട് പതിവാക്കുക. അങ്ങനെ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് എളുപ്പമാക്കി തരും. ആ എളുപ്പമാക്കി തരുന്നത് വഴി നമ്മുടെ ഇബാദത്തുകൾ, മറ്റ് കാര്യങ്ങൾ, നന്മകളൊക്കെ നമുക്ക് സഹിയായി ചെയ്യാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും, നമ്മുടെ മനസ്സിൽ കരുതിയ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല പൂർത്തിയാക്കി തരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിലൊരു സംശയമില്ല. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളി. ഈ അത്ഭുത ഫലം കിട്ടുന്ന ഈ ദിക്റും ദുആയും നിങ്ങൾ പതിവാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.